എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ റിവലേഷനാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ കറേജ്, പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ, പോസിറ്റീവ് ഔട്ട്ലുക്ക്, സ്പിരിച്വൽ ക്വസ്റ്റ്, ജനറോസിറ്റി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെയധികം പ്രത്യേകതകളുള്ളൊരു മാസമാണ്. കാരണം ഈ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാധ്യമാകുന്ന സമയമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാധ്യമാകുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നു എന്ന് തന്നെ പറയാം. ഈ ഒരു മാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ള മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുന്നു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ടുള്ള രഹസ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അത് പുറത്തു വരുന്ന ഒരു സമയം കൂടിയിട്ടായിരിക്കും ഈ ഒരു മാസം. അതേസമയം ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെറിയ കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് വരുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ ഈ ഒരു മാസം വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചും വരുന്നുണ്ട് ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള പെയിൻ, ആങ്സൈറ്റി, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, സാഹചര്യങ്ങൾ വരുന്നുണ്ട് എങ്കിൽ ഇത് മനസ്സിലാക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള എനർജീസും പുറത്തേക്ക് പോകുന്നത് ഭാഗമായിട്ടായിരിക്കും. നമ്മൾ പറയുമല്ലോ, എന്തെങ്കിലും നമ്മുടെ ഒത്തിരി ഭക്തിയുള്ളവരെ ഭഗവാൻ പരീക്ഷിക്കുമെന്ന് പറയുന്ന പോലെ ആ പരീക്ഷണങ്ങളിൽ നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യമായിരിക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു അനുഭവമാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. അതേപോലെ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ട്. ബന്ധങ്ങളിലായിക്കൊള്ളട്ടെ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ലൈഫ് സ്റ്റൈൽ ആയിക്കൊള്ളട്ടെ, എന്ത് കാര്യത്തിനാണെങ്കിലും ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്ന ഒരു മാസം കൂടിയിട്ടാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു മാസം നിങ്ങൾ വളരെയധികം ദൈവഭക്തി, അതായത് ദൈവഭക്തിയും അല്ലെങ്കിൽ ആത്മീയതയിലും ദൈവഭക്തിയിലും ഒക്കെ മുഴുകി കഴിയുന്ന ഒരു മാസമായിരിക്കും എന്ന് തന്നെ പറയാം. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചെടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം, സാഹസികമായിട്ടുള്ള യാത്രകൾ പോകുന്ന ഒരു മാസമാണ്. അപ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, സാഹസിക യാത്രകൾ പോകുമ്പോൾ നിങ്ങൾ കുറച്ച് ധൈര്യം അല്ലെങ്കിൽ അസാമാന്യമായിട്ടുള്ള ധൈര്യമുള്ളൊരു സമയമാണ്. പക്ഷേ നമ്മൾ ധൈര്യമുള്ളതും അസാമാന്യ ധൈര്യം കാണിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ മുൻകൂർ എടുക്കേണ്ടുന്ന ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, മുൻകൂട്ടി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ, ചില സേഫ്റ്റി മെഷേഴ്സൊക്കെ നമ്മൾ എടുത്തിട്ട് വേണം ഇങ്ങനെയുള്ള സാഹസികമായിട്ടുള്ള യാത്രകൾ നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ. അല്ലാത്ത പക്ഷം അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. അപ്പോൾ സാഹസിക യാത്ര ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സാഹസികമായിട്ട് എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതുമായിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യേണ്ടുന്ന, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ വളരെ ഭയമില്ലാത്ത ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഹസനമാക്കി മാറ്റാതിരിക്കുക. അത് മറിച്ച് നിങ്ങൾ സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ മുൻകൂട്ടി അതിന് വേണ്ടുന്ന കൗഷൻ, അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്തിട്ട് വേണം. നമ്മളിപ്പോൾ നീന്താൻ അറിയാവുന്നൊരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടായിരിക്കും ബോട്ടിലോ മറ്റോ യാത്ര ചെയ്യുന്ന സിറ്റുവേഷനിൽ പോവാം. അപ്പോൾ അതുപോലെ നമ്മൾ ആലോചിച്ച് കണ്ട് തീരുമാനത്തിലേക്ക് പോവാം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടുന്ന കാര്യമാണ്. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത്
പ്രായത്തിൽ പ്രത്യേകിച്ച് ആ ഒരു യൂത്തിൻ്റെ ഒരു സമയം കോളേജ് കാലഘട്ടത്തിലൊക്കെ ഉള്ളവരാണ് എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ളവർ സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവും. മറ്റുള്ളവരുടെ മുമ്പിൽ അഭയമില്ല, അല്ലെങ്കിൽ ആളാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കി സാഹസിക കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മെച്യൂറായിട്ട് കാര്യത്തിലേക്ക് പോവുക എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. വിദേശത്തേക്കുള്ള യാത്ര സൂചിപ്പിക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ള വിദേശവാസവും വിദേശയാത്രയൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ എന്തിനു വേണ്ടിയുള്ള നിങ്ങളുടെ കാത്തിരിപ്പ് പര്യവസാനിക്കുകയാണ്. ഇത് ഒരു ലോ അല്ലെങ്കിൽ നിയമവും കൂടിച്ചേരൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തി, അതായത് നിയമപരമായിട്ടുള്ള സാധ്യതകൾ തരുന്ന ഒരു സമയമാണ്. അപ്പോൾ നിയമപരമായിട്ടുള്ള സാധ്യത എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കേസ് കൂട്ടമൊക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. വിവാഹവുമായിട്ടും ഇതിന് ബന്ധം കാണിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ നിങ്ങൾ മാരീഡ് അല്ലാത്തവർ മാരേജിലേക്ക് പോകുന്നതാവാം. അപ്പോൾ വിവാഹം നിയമപരമായിട്ട് മാരേജിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ. മറ്റു ചിലരെ സംബന്ധിച്ച് വിവാഹമോചനം, വിവാഹബന്ധം വേർപെടുത്തുന്ന സാഹചര്യം അപ്പോൾ ലീഗലായിട്ടുള്ള കാര്യങ്ങളും മാരേജുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആ ഒരു രീതിയിലുള്ളൊരു സിറ്റുവേഷനും ആവാം. അപ്പോൾ വിവാഹ ബന്ധം വേർപെടുത്തൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മാസത്തിൽ സംഭവ്യമാകുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് വിദേശവാസത്തേക്കുള്ള വിദേശവാസയോഗം കാണിക്കുന്നു. അപ്പോൾ വിദേശത്തേക്കുള്ള ഒരു യാത്രയാവാം ചില ആളുകളെ സംബന്ധിച്ചും ഇത് സൂചിപ്പിക്കുന്നു. പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന നമ്മൾ പറയുന്നത് പുതിയൊരു നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഭാവിയാണ് സൂചിപ്പിക്കുന്നത്. ഭാവിയിലേക്കുള്ള ഒരു പുതിയൊരു ജീവിതം. അതിപ്പോൾ ചില ആളുകൾക്ക് വിവാഹമോചനമായിരിക്കും ഒരു പുതിയ ജീവിതം നൽകുന്നത്. വളരെ സങ്കടകരമായിട്ടുള്ള വിവാഹ ജീവിതത്തിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതായിരിക്കും പുതിയൊരു ജീവിതത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് പുതിയൊരു ജീവിതം, ഒരു വിവാഹ ജീവിതവും ആയിരിക്കാം ഇത് സൂചിപ്പിക്കുന്നത്. പോസിറ്റീവ് ഔട്ട്ലുക്കാണ് നെക്സ്റ്റ് വന്നിട്ട്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ജർമ്മനി എന്നുള്ളൊരു വാക്ക് കൂടെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ചില ആളുകൾ ചിലപ്പോൾ ജർമ്മനിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പോൾ ജർമ്മനിയായിട്ട് എന്തെങ്കിലും ബന്ധവും ജർമ്മനിയിൽ എന്തെങ്കിലും ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാം. അപ്പോൾ അത് കേട്ടപ്പോൾ അത് മനസ്സിൽ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും ഇത് സൂചിപ്പിക്കുന്ന മറ്റൊരർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ മറ്റുള്ളവരെ കൂടി സഹായിക്കുന്ന ഒരു സൂചന നൽകുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലും വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും വേണ്ടി കൂടി അങ്ങനെ ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഒരു പോസിറ്റിവിറ്റിയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള തോൽവികളെ മറികടന്ന് നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു ആത്മീയമായിട്ടുള്ളൊരു യാത്ര കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സാഹസിക യാത്ര പോലെ തന്നെ ഒരു ആത്മീയമായിട്ടുള്ളൊരു യാത്രയും ആവാം. അപ്പോൾ ഈ ഒരു ആത്മീയമായിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ചിലവരെ സംബന്ധിച്ച് അതൊരു സാഹസികം കൂടിയാണ്. കാരണം ആത്മീയമായിട്ടുള്ള പല യാത്രകളും പലപ്പോഴും നമ്മളിപ്പോൾ ഹിമാലയൻ ട്രിപ്പ് അല്ലെങ്കിൽ ഹിമാലയത്തിലേക്കൊരു യാത്ര, ചില ആളുകൾ അതൊരു ട്രിപ്പ് എന്നുള്ള രീതിയിൽ പറയും, അല്ലെങ്കിൽ ഒരു ആത്മീയമായിട്ടുള്ളൊരു യാത്ര എന്നുള്ള രീതി, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പലരും പോകുന്ന പല ആത്മീയ യാത്രകൾ വളരെ കഷ്ടപ്പെട്ട് കാടും മലയും കടന്നിട്ട് പോകുന്ന, അല്ലെങ്കിൽ ഒത്തിരി സാഹസികമായിട്ടുള്ള ദുർഘടമായിട്ടുള്ള രീതിയിലൂടെ നിങ്ങൾ ആ ഒരു ആത്മീയ യാത്രയിലേക്കാണ് പോകുന്നത് എങ്കിൽ അത് ഒരു സാഹസികമായിട്ടുള്ള ഒരു യാത്ര കൂടി തന്നെയാണ്. നിങ്ങളെ തേടിയുള്ള യാത്ര എന്ന രീതിയിൽ പറയാം. അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചില ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചില വഴിപാടുകൾ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി കുടുംബസമേതം ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം കൂടിയാവും ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ലോണിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർ ഈ മാസം ലോണൊക്കെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ബാങ്കുമായിട്ട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ ചില ആളുകളുണ്ട്. ബാങ്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളവർ അതൊക്കെ ശരിയാവുന്നുണ്ട്. ബാങ്കുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാവുന്നു. ലോൺ ചില ആളുകൾ ചിലപ്പോൾ ലോൺ തീരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ലോൺ തീരുന്നു, അതെല്ലാം തീർന്ന് എഴുത്ത് കുത്തുകൾ എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻറ്റേഷനൊക്കെ റെഡിയായി കാര്യങ്ങളൊക്കെ തീർക്കുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു മാസം ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സംതൃപ്തിയും കാണിക്കുന്നുണ്ട്.
അതേപോലെ തന്നെ ഒരു സന്തോഷ വാർത്ത ഈ ഒരു മാസ അവസാനത്തിൽ നിങ്ങൾക്കൊരു വളരെയധികം അസന്തോഷം തരുന്നൊരു വാർത്ത വരുന്നതായിട്ട് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.